സ്ത്രീകളുടെ സുരക്ഷ എപ്പോഴും ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. നമുക്കൊരു അപകട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി കണ്ടുപിടുത്തമാണ് ഈ സ്കൂള് നടത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് പരിചയപ്പെടാം. എന്താണ് സംഭവം? ഇത് പ്രൊട്ടക്റ്റീവ് ആവും, അഥവാ സുരക്ഷാ കവചം എന്നുള്ള മീനിങ് വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഞങ്ങളുടേത്. സോ സാറിന് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ജനങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ മലകൾ, കുന്നുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പോൾ അവിടെ റേഞ്ച് ഉണ്ടാവില്ല, ജനവാസം കുറവായതുകൊണ്ട് നമ്മൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യം. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ നടന്ന പെഹൽഗാമിലെ അറ്റാക്ക്. പെഹൽഗാമിലെ തീവ്രവാദികൾ വന്നപ്പോൾ ആദ്യം അവർ ചെയ്തത് മൊബൈൽ ഫോണുകളൊക്കെ എടുത്തു വെക്കായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ 112 അങ്ങനത്തെ എമർജൻസി കോളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വിളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോലീസ് പോലുള്ള ഫോഴ്സിനെ മറ്റും അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. കൂടാതെ ഇപ്പം സാറിന് ഇപ്പം ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ തങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഏറ്റവും വിശ്വാസമുള്ള ഒന്നെങ്കിൽ ഫാദർ ആവാം അല്ലെങ്കിൽ ബ്രദർ ആവാം. അങ്ങനെയുള്ള ഒരാളുടെ ഇമെയിൽ വഴി ഒരു ID കൊടുത്തുകൊണ്ട് നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പ് വഴി നിങ്ങൾ വേണ്ട പോകുന്നുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി നിങ്ങളൊരു അപകടത്തിലാണെങ്കിലും അതിൽ നമ്മൾ ഇവിടുന്ന് മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. സ്മാർട്ട് വാച്ചിലും നോർമൽ വാച്ചിലും കണക്ട് ചെയ്യാൻ പറ്റും. സ്മാർട്ട് വാച്ചിൽ നമ്മൾ ഒരു സ്ക്രീനിൽ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ടാവും. സാറിന് മാത്രമേ അറിയുള്ളൂ എവിടെയാണ് ആ ഹിഡൻ പ്ലേസ് എന്ന്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണിക്കുക. ഈ സ്ക്രീനിൽ ഇതേപോലെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് പാസ് ആവും. ഈ പറഞ്ഞ മൊബൈൽ ആപ്പിലോട്ടും പോകും, കൂടാതെ പോലീസ് സ്റ്റേഷനിലോട്ടും പോകും. നോർമൽ വാച്ച് ആണെങ്കിലും ഇതാണ് നോർമൽ വാച്ച് എങ്കിൽ നമുക്ക് 2 ലെയേഴ്സ് ആയിട്ടാണല്ലോ ഉള്ളത്. ഇവിടെ നമ്മൾ സാധാരണ ബാറ്ററിയും കാര്യങ്ങളുള്ളതും ടൈം നോക്കുന്നതും, ഇതിൽ തേർഡ് ആയിട്ട് നമ്മൾ സെൻട്രൽ ഒരു ലെയറും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈം നോക്കുന്ന സാധനം ഓപ്പൺ ആവും. അപ്പോൾ നമുക്കൊരു ഇതേപോലെയുള്ള ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ആരുടെയാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരാളുടെ മൊബൈൽ ഫോണിലോട്ടും എമർജൻസി അലാറം പോകും. കൂടാതെ പോലീസ് സ്റ്റേഷനിലോട്ട് മെസ്സേജ് പാസ്സാവും. അപ്പോൾ അവിടെ സൈറം മുഴങ്ങും, പോലീസ് സ്റ്റേഷനിൽ സൈറം മുഴങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാം ആരോ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ പോയി നോക്കുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ, സാർ എവിടെ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കും. അതായത് സാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ആ പ്രദേശത്തിന്റെ ഡീറ്റെയിൽസ്, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നിർഭയ വധക്കേസ് ഉണ്ടായല്ലോ, ആ ഒരു സമയം എന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തൊരു സംഭവമായിരുന്നു അത്. എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ YAP എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാനത് യൂസ് ചെയ്തു.